നമസ്കാരം. കണ്ണൂരിൽ പ്രത്യേകിച്ചും പയ്യന്നൂരിൽ ക്രിമിനൽ സംഘങ്ങൾ അരങ്ങുവാഴുന്നു. എല്ലായിടത്തും പ്രകടനങ്ങൾ എന്ന പേരിൽ അക്രമാസക്തരായ CPM ഗുണ്ടകൾ കറങ്ങി നടക്കുന്നു. വി കുഞ്ഞികൃഷ്ണൻ എന്ന നേതാവിന്റെ ഏതെങ്കിലും തരത്തിൽ അയാളുമായി ബന്ധപ്പെട്ട ആളുകളെ കണ്ടാൽ ആക്രമിക്കുന്നു, കൊല്ലാൻ ശ്രമിക്കുന്നു, അവരുടെ വീടുകൾക്ക് നേരെ കല്ലെറിയുന്നു, ബോംബെറിയുന്നു, പടക്കം പൊട്ടിക്കുന്നു. വി കുഞ്ഞികൃഷ്ണൻ വീട്ടിലില്ലാതിരുന്ന അയാളുടെ 3 ചെറുമക്കൾ മാത്രമുള്ള സമയത്താണ് അയാളുടെ വീടിന് മുന്നിൽ പടക്കം പൊട്ടിക്കുകയും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തത്. ഒരു പാർട്ടി പ്രവർത്തകൻ പോലും അല്ലാതിരുന്ന പ്രസന്നൻ എന്ന ഒരു പാർട്ടി അനുഭാവിയുടെ അദ്ദേഹം കുഞ്ഞികൃഷ്ണന്റെ ഏതോ അടുത്ത ഒരു പ്രകടനത്തിലോ മറ്റോ പങ്കെടുത്തു. അതിലേങ്ങാണ്ട് പോയി അയാളുടെ ബൈക്ക് ഉരുട്ടിക്കൊണ്ടുപോയി ഒരു പറമ്പിൽ ഇട്ട് കത്തിച്ചു. നമ്മൾ കണ്ടതാണ്. വ്യാപക അക്രമം നടത്തുകയാണ്. ലക്ഷങ്ങൾ, ഒരു പാവപ്പെട്ട രക്തസാക്ഷിയുടെ ഫണ്ടിൽ നിന്ന് ലക്ഷങ്ങൾ പറ്റിച്ച് അമക്കി കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് തട്ടിപ്പ്. അതിനിടയ്ക്ക് പയ്യന്നൂരിൽ സഹകരണ ബാങ്കിന്റെ സ്ഥലം വാങ്ങി. ഒരേക്കറോ മറ്റേ ഉള്ളൂ. അത് 20 കോടി രൂപയ്ക്കാണ് വാങ്ങിയത്. ഇപ്പോഴും ചതുപ്പ് നിലമായി കിടക്കുന്നു. പാവപ്പെട്ട സഹകാരികളുടെ, പാവപ്പെട്ട ആൾക്കാർ കഷ്ടപ്പെട്ട് കൂലിവേല ചെയ്തും മറ്റും സഹകരണ ബാങ്കിൽ, പയ്യന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച പണം കൊണ്ടാണ് ഇത്രയും കാലമായി ആ ചതുപ്പ് നിലം വാങ്ങി ചുമ്മായിട്ടിരിക്കുന്നത്. അതിനകത്തൊക്കെ വലിയ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നടന്നിട്ടുണ്ട്. കോടികളാണ് ഈ TI മധുസൂദനൻ എന്ന് പറയുന്ന MLAയും കുറെ സഖാക്കളും ചേർന്ന് പറ്റിച്ച് വീട്ടിൽ കൊണ്ടുപോയിരിക്കുന്നത്. ഇതൊക്കെ വ്യാപകമായി കണ്ണൂരിൽ ചർച്ച ചെയ്യുകയാണ്. മാത്രമല്ല, വി കുഞ്ഞികൃഷ്ണനെതിരെ കണ്ണൂരിലെ പാർട്ടിയിലെ ഇദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകളെ തിരിക്കാൻ, ഭീഷണിപ്പെടുത്താനും ഒക്കെ തന്നെ ഫോൺ വിളികളും കത്തയക്കലുകളും പോസ്റ്റർ ഒട്ടിക്കലുകളും ഒക്കെ നടക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ക്രിമിനൽ ഗുണ്ട വിളയാട്ടമാണ് CPM കണ്ണൂരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാണ്? സത്യം തുറന്നു പറഞ്ഞതിന് എതിരെ. സത്യം ആരും തുറന്നു പറയരുത്. KK രാഗേഷ് പറഞ്ഞതുപോലെ, ഞങ്ങളുടെ പാർട്ടി, ഞങ്ങളുടെ ഫണ്ട്, ഞങ്ങളുടെ രക്തസാക്ഷി, ഞങ്ങൾ തീരുമാനിക്കും. പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യവുമില്ല. കാരണം പൊതുജനം കഴുതയാണല്ലോ. ഈ രക്തസാക്ഷി ഫണ്ട് പറഞ്ഞ് പാർട്ടി അനുഭാവികളിൽ നിന്നും പാർട്ടി പ്രവർത്തകരിൽ നിന്നും മാത്രമാണോ KK രാഗേഷെ പണം പിരിച്ചത്? അല്ലല്ലോ. സാധാരണക്കാരായ ആളുകളൊക്കെ തന്നെ, എന്തിന്, BJP RSS പ്രവർത്തകർ വരെ ചിലപ്പോൾ നിങ്ങൾക്ക് പണം തന്നിട്ടുണ്ടാകും. കോൺഗ്രസ്സുകാരും തന്നിട്ടുണ്ടാകും. നാട്ടുകാരൊക്കെ തന്നെ തന്നിട്ടുണ്ടാകും. അപ്പൊ പിന്നെ അവരെ ബോധ്യപ്പെടുത്തണ്ടേ? ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഒരു പാവപ്പെട്ട രക്തസാക്ഷിയെ സഹായിക്കാനാണെന്ന് പറഞ്ഞ് പിരിച്ചിട്ട് അത് മുക്കി റിയൽ എസ്റ്റേറ്റ് മാഫിയകളുമായി ബന്ധപ്പെട്ട് കോടികളുടെ കമ്മീഷൻ ഇടപാടുകൾ CPM നേതാക്കൾ തന്നെ നേരിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ചുക്കാൻ പിടിക്കുന്നയാളാണ് പയ്യന്നൂർ MLA മധുസൂദനൻ എന്നാണ് പറയപ്പെടുന്നത്. എന്തൊക്കെയായാലും ശരി, കണ്ണൂരിൽ പാർട്ടി ഇത്തവണ ഏതാണ്ട് സമ്പൂർണമായി കെട്ടടങ്ങും, തീരും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നമ്മൾ കണ്ടതാണ്. BJPയിലേക്കാണ് വോട്ട് ഒഴുകിയതൊക്കെ. പാവപ്പെട്ട സ്ത്രീകളൊക്കെ തന്നെ എതിരായി കഴിഞ്ഞു. സ്ത്രീകളും പുതിയ തലമുറയും യുവാക്കളും യുവതികളും ഒക്കെ തന്നെ CPM എന്ന് പറഞ്ഞാൽ കാർക്കിച്ചു തുപ്പുന്ന അവസ്ഥയിലേക്ക് പാർട്ടി കുടുംബങ്ങൾ പോലും, പാർട്ടി വീടുകൾ പോലും എത്തപ്പെട്ടിരിക്കുന്നു എന്നാണ് കണ്ണൂരിലെ പ്രധാനപ്പെട്ട മേഖലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഞാൻ മുമ്പും പറഞ്ഞിരുന്നു, ധാരാളം ബന്ധുക്കളും സുഹൃത്തുക്കളും കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് പയ്യന്നൂർ മേഖലയിൽ എനിക്കുണ്ട്. അവരൊക്കെ തന്നെ പറയുന്നത്, ഞാനിതൊക്കെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്, അവരൊക്കെ തന്നെ പറയുന്നത് പാർട്ടി സമ്പൂർണമായി തകരുകയാണ്. പാർട്ടിയുടെ അടിത്തറയെന്നല്ല, പാർട്ടിയെ തീരുകയാണ്. ഈ ഇലക്ഷൻ കഴിയുന്നതോടുകൂടി തീർച്ചയായിട്ടും CPM എന്ന പാർട്ടി കണ്ണൂർ ജില്ലയിൽ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ കല്ലെറിയുന്ന നിലവാരത്തിലേക്ക് എത്തും. ചില പോക്കറ്റുകളിലൊക്കെ അവർക്ക് ശക്തി കാണുമായിരിക്കും, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മേഖലയിലോ അങ്ങനെയുള്ള മേഖലകളിൽ ശക്തി കാണുമായിരിക്കും. പക്ഷേ പാർട്ടി ജനവിരുദ്ധമായി കഴിഞ്ഞു. ജനങ്ങളിൽ നിന്ന് എന്നേ അകന്നു പോയി കഴിഞ്ഞു. ജനവിരുദ്ധ നയങ്ങൾ, തട്ടിപ്പ്, വെട്ടിപ്പ്, കൊള്ള, സഹകരണ ബാങ്കിൽ പാവങ്ങൾ നിക്ഷേപിച്ച പണം എടുത്തു വെച്ച് കള്ളപ്രമാണങ്ങളും ഒക്കെ ഉണ്ടാക്കി സ്ഥലം വാങ്ങുക, റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് മറിച്ചു കൊടുക്കുക, വെറുതെ പാർട്ടിക്ക് വേണ്ടി സ്ഥലം വാങ്ങി ചുമ്മാതെ ഇടുക, ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഓരോ വർഷവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പാർട്ടിക്ക് ഈ പാവങ്ങൾ നൽകിയ പണം കൊണ്ട്. പാവപ്പെട്ടവൻ കൂലിവേല ചെയ്തൊക്കെയാണ് പാർട്ടി ഫണ്ടിലേക്കൊക്കെ തന്നെ പൈസ കൊടുക്കുന്നത്. അതൊക്കെയാണ് ഈ രക്തസാക്ഷി ഫണ്ടും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ, അതൊക്കെയാണ് വെട്ടിച്ചു കൊണ്ടുപോയിരിക്കുന്നത്, അതൊക്കെയാണ് അടിച്ചു മാറ്റിക്കൊണ്ടുപോയിരിക്കുന്നത്. എന്നിട്ടും പാർട്ടിയെ ന്യായീകരിക്കാൻ ഈ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ വി കുഞ്ഞികൃഷ്ണനെ തല്ലാനും കൊല്ലാനും ഒക്കെ തന്നെ ആളുകൾ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. കൊല്ലും കൊലയുമൊന്നും ഞങ്ങൾക്ക് പുത്തരിയല്ല, തലയും വെട്ടും കൈയും വെട്ടും കാലും വെട്ടും തുടങ്ങിയ പ്രകടനങ്ങളൊക്കെ തന്നെ കണ്ണൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുകയാണ്. വി കുഞ്ഞികൃഷ്ണന്റെ പോസ്റ്റർ കത്തിക്കുന്നുണ്ട്. അതിൽ കറുത്ത ചിഹ്നം
ഇടുന്നുണ്ട്, കരിയോയിൽ ഒഴിക്കുന്നുണ്ട്. സത്യം തുറന്നു പറഞ്ഞ 50 വർഷത്തിന് മേൽ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു സഖാവിന്റെ ഗതിയാണ് ഇതൊന്ന് ആലോചിച്ചു നോക്കുക. ടി പി ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടിയെങ്കിൽ ഇദ്ദേഹത്തെ 52 വെട്ടുവെട്ടിക്കൊല്ലണം, അല്ലെങ്കിൽ 100 വെട്ടുവെട്ടിക്കൊല്ലണം എന്ന് പറഞ്ഞൊക്കെ തന്നെ സൈബർ സഖാക്കളും ഉണർന്നെണീറ്റ് കഴിഞ്ഞു. കണ്ണൂർ ജില്ല CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രമായിരുന്ന എന്ന് പറയേണ്ടി വരും, പാസ്റ്റൻസ് ആണ്, ഭൂതകാലമാണ്. ഇനി അവിടെ CPM-നെ ആൾക്കാർ ചെളി വാരി എറിയുന്ന, ചാണകം മുക്കി ചൂലുകൊണ്ടടിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് എത്തിക്കഴിഞ്ഞു. ക്രിമിനൽ സംഘങ്ങൾ ഗുണ്ടായുസം കാണിച്ചും വിരട്ടിയും സ്ത്രീകളെയും കുട്ടികളെയും അടക്കം പേടിപ്പിച്ചും ഉപദ്രവിച്ചും ഒക്കെ തന്നെയാണ് ഇപ്പോഴും അവിടെ ഇങ്ങനെ നിലനിൽക്കുന്നത്. അല്ലാതെ ജനകീയത കൊണ്ടൊന്നുമല്ല. ഇലക്ഷൻ കഴിയട്ടെ, ബാക്കി അന്നേരം പറയാം. ഇവിടെ CPM-നെ ന്യായീകരിച്ചുകൊണ്ട്, വെള്ളം പൂശിക്കൊണ്ട് ഒക്കെ തന്നെ എഴുതുകയും പോസ്റ്റ് ഇടുകയും ഒക്കെ ചെയ്യുന്ന ആളുകളുടെയൊക്കെ മുഖം അന്നേരം ഒന്ന് കാണണം. CPM ഒരു പാർട്ടിയാണത്രേ, രാഷ്ട്രീയ പാർട്ടിയാണത്രേ. എന്ത് രാഷ്ട്രീയം, എന്ത് പാർട്ടി? കുറെ ചെറ്റകളുടെ, കുറെ രാജ്യവിരുദ്ധരുടെ, കുറെ തരംതാണ നാറുകളുടെ കൂട്ടായ്മ എന്നല്ലാതെ ഇതിനെ എന്തു പറയും?